കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവ് പ്രഖ്യാപനം തട്ടിപ്പ്. 2.5 ലക്ഷത്തിന് മേൽ വരുമാനമുള്ളവർ നേരത്തെ നിശ്ചയിച്ച നികുതി നൽകണം. നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. 5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടെന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ധനമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച ഫിനാൻസ് ബില്ലിൽ നിയമ ഭേദഗതി വന്നാലേ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകൂവെന്നും വ്യക്തമാക്കുന്നുണ്ട്. 2014 മാറ്റം വരുത്തിയ നികുതി സ്ലാബാണ് രാജ്യത്ത് വ്യക്തിഗത നികുതിദായകർക്കായി നിലവിലുള്ളത്. ഇതുപ്രകാരം 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനത്തിന് 5%, 5 മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിൽ 30%മാണ് നികുതി. 2019-2020 പൊതു ബഡ്ജറ്റിൽ ഈ നികുതി സ്ലാബുകളിലൊന്നും മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പകരം 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ചട്ടപ്രകാരം നികുതി അടയ്ക്കണം. ഇവർക്കടച്ച നികുതിയിൽ നിന്ന് 12,500 രൂപ വരെ മടക്കി നൽകാൻ ടാക്സ് റിബേറ്റാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനും ആദായ നികുതി നിയമത്തിലെ ചട്ടം 87A ഭേദഗതി ചെയ്യണം. ചട്ടപ്രകാരം 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 2,500 രൂപ മടക്കി നൽകാൻ മാത്രമേ കഴിയൂ. ഇത് 12,500 രൂപ വരെയാക്കി ഉയർത്തണം. തത്വത്തിൽ 5 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം 12,500 രൂപ ടാക്സ് റിബേറ്റ് നൽകാനുള്ള ചട്ട ഭേദഗതി മാത്രമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചത്. നിലവിൽ പാർലമെന്റിലെ സാഹചര്യമനുസരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരുകൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. 2.5 ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനം വരുന്ന എല്ലാവരും പതിവ് പോലെ നികുതി റിട്ടേൺ സമർപ്പിക്കണം. പാർലമെന്റിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച ഫിനാൻസ് ബില്ലിൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ നിയമ ഭേദഗതി വേണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യവർഗ കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ് പ്രഖ്യാപനം നടത്തിയതെന്നും വ്യക്തം. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവുകൾ ഭൂരിഭാഗം പേർക്കും പ്രയോജനപ്പെടുന്നതല്ലെന്ന് സാമ്പത്തിക നിയമ വിദഗ്ധർ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ നികുതി ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 2,500 രൂപ വരെ നൽകിയിരുന്ന ടാക്സ് റിബേറ്റ് 12,500 രൂപ ഉയർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ബജറ്റിൽ വൻ ആദായ നികുതി ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന അവകാശവാദത്തിൽ കഴമ്പില്ലെന്നാണ് സാമ്പത്തിക നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആദായ നികുതി വകുപ്പിലെ 87A അനുസരിച്ച് 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ 2,500 രൂപ വരെ ടാക്സ് റിബേറ്റ് അനുവദിച്ചിരുന്നു. അത് 12,500 രൂപയാക്കി ഉയർത്തുക മാത്രമാണ് ബജറ്റിൽ ചെയ്തിരിക്കുന്നത്. അതാകട്ടെ 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ബാധകം. 5 ലക്ഷത്തേക്കാൾ 1 രൂപ അധിക വരുമാനമുണ്ടായാൽ മുൻ നിശ്ചയിക്കപ്പെട്ട നികുതി കൃത്യമായി നൽകേണ്ടി വരുമെന്ന് സാമ്പത്തിക നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് KS ഹരിഹരൻ ചൂണ്ടിക്കാട്ടുന്നു. 4,90,000 രൂപ ഇൻകമായി നിശ്ചയിച്ച ഒരു വ്യക്തി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും ബാങ്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്രെഡിറ്റോ ഒരു 12,000 രൂപ അല്ലെങ്കിൽ 10,100 രൂപ എപ്പോഴെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 5ന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ റിബേറ്റ് പോയി. മൊത്തം തുകയ്ക്ക് 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന തുകയ്ക്ക് മൊത്തം ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. നികുതി ഒടുക്കേണ്ടി വരുന്നില്ലെങ്കിലും 2.5 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർ നേരത്തെ ഉള്ളതുപോലെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇടത്തരക്കാർക്ക് മാത്രം ഇളവുകൾ ആശ്വാസം പകരുമെങ്കിലും 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് മുൻപ് ഏർപ്പെടുത്തിയ നികുതി നിരക്ക് ഇനിയും തുടരേണ്ടി വരും. അതായത് 5 മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 20%, 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30% എന്ന നികുതി ഘടനയിൽ മാറ്റമില്ലെന്നർത്ഥം. ചുരുക്കത്തിൽ 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 12,500 രൂപയുടെ നികുതി ബാധ്യത ഒഴിവായിരിക്കുന്നു എന്നത് മാത്രമാണ് ബജറ്റിലെ ഏക ഗുണമെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിലെ 3 അതിർത്തിയോട് ചേർന്ന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2 തവണയും UDF-നാണ് വിജയം. 2014 UDF ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 3 മണ്ഡലത്തിൽ മാത്രമാണ് UDF-ന് വിജയിക്കാൻ സാധിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDF-ന് വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിലൊന്നായി വയനാടിനെ മാറ്റിയിട്ടുണ്ട്. 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട്. UDF സ്ഥാനാർത്ഥി MA ഷനവാസ് 1,53,439 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചു. എന്നാൽ 2014 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായത്.
CPI-യിലെ സത്യൻ മൊഗേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും LDF-നായിരുന്നു വിജയം. വീരേന്ദ്രകുമാർ ഇടതുപാളയത്തിലേക്ക് തിരിച്ചെത്തിയതും LDF-ന് പ്രതീക്ഷ നൽകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. വയനാട് LDF-ന് പിടിച്ചെടുക്കാനാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണെന്ന നിലയിലേക്കെത്തി കാര്യങ്ങൾ. ഷാനവാസ് ഫസ്റ്റ് സമയത്ത് മത്സരിച്ച ഭൂരിപക്ഷം പിന്നീട് വളരെ കുറവായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചുപിടിക്കാൻ കഴിവുണ്ട് LDF-ന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ തോന്നുന്നൊരു അഭിപ്രായം. നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി തന്നെ LDF-ൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. വിജയസാധ്യത പ്രതീക്ഷിച്ച് UDF-ലെ പല നേതാക്കളും വയനാട് സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്. നിലവിൽ T. സിദ്ദിഖ്, VV പ്രകാശ്, MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ആ വിശ്വാസത്തിൽ വാസ്തവമില്ലെന്നാണ് കാര്യങ്ങളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റവുമെല്ലാം ചിത്രം വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാം നിർണായകമായേക്കാവുന്ന കടുത്ത മത്സരം തന്നെയാണ് വയനാട്ടിൽ നടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച ആത്മവിശ്വാസത്തിലും ശക്തമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും വിജയം തന്നെ ലക്ഷ്യമാക്കിയാണ് LDF മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ 13,06,141 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. അനൂപ് കയാർ, വയനാട്. സംസ്ഥാന ബജറ്റ് സ്വാഗതാർഹമാണെന്ന് സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. ചെറുകിട വ്യവസായത്തെ നല്ല നിലയിൽ പരിഗണിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ ശ്രമം ഉണ്ടാവണമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഹാപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനി MD-യുമായ M. ഖാലിദ് കോഴിക്കോട്ട് പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വിലയിരുത്തുന്നത്. 1550 കോടി മുതൽ മുടക്കുള്ള 16,000 MSME യൂണിറ്റുകൾ തുടങ്ങുമെന്നും അതുകൊണ്ട് തന്നെ 55,000 തൊഴിൽ മേഖല 55,000 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലക്ക് വളർച്ചയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തിന് പ്രത്യേകമായി 163 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങളുള്ള പാർക്കുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ആ പണം വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6,700 ഏക്കർ സ്ഥലം വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി എടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഫണ്ട് 15,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഊർജ്ജയാനം പദ്ധതി ഇനി കേരളത്തിന്റെയും പദ്ധതി. ഫിലമെന്റ് രഹിത സംസ്ഥാനമാകാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും LED ബൾബുകൾ നൽകുന്ന പദ്ധതി സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്താണ് പിലിക്കോട്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും വൈദ്യുത ഉപയോഗം കുറയ്ക്കുന്നതിനും കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് ഊർജ്ജയാനം. രാജ്യത്തെ പ്രഥമ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഇപ്പോൾ പിലിക്കോട്. പൊതുസ്ഥാപനങ്ങളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും പൊതുവിടങ്ങളിലും വീടുകളിലും LED ബൾബുകൾ സ്ഥാപിച്ചുമാണ് ഊർജ്ജ ഉപയോഗം ഗണ്യമായി കുറച്ചത്. 2016-17 വർഷത്തിൽ ഇതുവഴി 1,01,196 യൂണിറ്റ് വൈദ്യുതിയുടെ ഉപയോഗമാണ് കുറയ്ക്കുവാൻ വേണ്ടി പഞ്ചായത്തിൽ സാധിച്ചത്. ഈ മാതൃകാ പദ്ധതി കേരളത്തിന്റെ പദ്ധതിയാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷത്തിലാണ് പിലിക്കോട്ടെ ജനങ്ങൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ. ഊർജ്ജക്ഷമത കുറഞ്ഞ വൈദ്യുത ഉപകരണങ്ങളും വൈദ്യുത ദീപങ്ങളും മാറ്റി ഊർജ്ജക്ഷമത കൂടിയ വൈദ്യുത ഉപകരണങ്ങളും മാറ്റുന്നതിന് ജനകീയമായ ഒരു സംരംഭമാണിത്. വലിയ തോതിൽ വൈദ്യുത ഊർജ്ജം ലാഭിക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന് സംസ്ഥാനത്തിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് 2019-20 വാർഷിക ബഡ്ജറ്റിൽ പിലിക്കോടിന്റെ മാതൃകയെ അംഗീകരിക്കുകയും അത് കേരളത്തിലാകമാനം പ്രാവർത്തികമാക്കാൻ തയ്യാറായതും നമുക്ക് ആത്മവിശ്വാസവും പ്രചോദനം നൽകുന്നുണ്ട്. LDF നേതൃത്വത്തിലുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജനപങ്കാളിത്തത്തോടെയാണ് ഊർജ്ജയാനം പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. എനർജി മാനേജ്മെന്റ് സെന്റർ, അനർട്ട് എന്നിവയുടെയും സഹകരണം ലഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വൈദ്യുതി മന്ത്രി MM മണിയാണ്. ഊർജ്ജയാനം പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പ്രഖ്യാപിച്ചു.
പിലിക്കോടിനെ രാജ്യത്തെ പ്രഥമ ഫിലിമെന്റ് രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ പേരൻപിന് വ്യത്യസ്തമായ വരവേൽപ്പ് നൽകി മമ്മൂട്ടി ഫാൻസ് ആലപ്പുഴ. ബുദ്ധിവൈകല്യം സംഭവിച്ച വികലാംഗയായ കുട്ടിയുടെ കഥ പറയുന്ന വ്യത്യസ്തമായ ചിത്രത്തിൽ സമാനമായ കുട്ടികളെ ആദ്യ ഷോയ്ക്ക് സൗജന്യമായി എത്തിച്ചുകൊണ്ടാണ് ആലപ്പുഴ ഫാൻസ് മാതൃക കാട്ടിയത്. ശാരീരിക വൈകല്യങ്ങളുള്ള കുരുന്നുകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അത് പരിഹരിക്കാൻ രക്ഷിതാക്കൾ കാട്ടുന്ന വിഷമതകളും നിറഞ്ഞതാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ പേരൻപ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ആദ്യം കാണേണ്ടത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുരുന്നുകൾ തന്നെയാണെന്ന മമ്മൂട്ടി ഫാൻസിന്റെ തിരിച്ചറിവാണ് സാധാരണ ഫാൻസുകാർ കാട്ടുന്ന പാലഭിഷേകവും മറ്റും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം കുരുന്നുകളെ ചിത്രം കാട്ടാൻ അവസരം നൽകിയത്. തങ്ങളുടെ കഥ പറയുന്ന ചിത്രം കണ്ട് പുറത്തിറങ്ങിയ കുട്ടികളും ഒപ്പം അമ്മയെപ്പോലെ കൂടെ നിന്ന് സ്നേഹം തരുന്ന സിസ്റ്റർ ലിൻഡയും ചിത്രം ആദ്യ ദിനം കാണാൻ പറ്റിയതിന്റെ സന്തോഷം മറച്ചുവെക്കുന്നില്ല. നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ സ്കൂളിൽ, സാന്ത്വന സ്കൂളിൽ, ആലപ്പുഴ സാന്ത്വന സ്കൂളിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹം. കാരണം എൻ്റെ ഹൃദയത്തിലുള്ളൊരു സ്വപ്നമാണ് എൻ്റെ മക്കളെ കുറിച്ച്. അത് ഒരു ഫിലിമിലൂടെ മമ്മൂക്ക അവതരിപ്പിച്ച ഒത്തിരി നന്ദി മമ്മൂക്കയ്ക്ക്, ഹൃദയം നിറഞ്ഞ നന്ദി. ആദ്യ ഷോയ്ക്ക് തന്നെ ഫാൻസുകാരും റൈബാൻ സിനി ഹൗസും ചേർന്നാണ് കുരുന്നുകളെ തിയേറ്ററിൽ എത്തിച്ചത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ തിയേറ്റർ ജീവനക്കാർ തന്നെ എടുത്തുകൊണ്ടാണ് തിയേറ്ററിനുള്ളിൽ കൊണ്ടുവന്നത്. ഫാൻസുകാരുടെ വാദ്യമേളങ്ങൾക്ക് ചുവട് വെച്ചുകൊണ്ടാണ് തങ്ങളോട് കാട്ടിയ സ്നേഹത്തിന് ദൈവത്തിന്റെ സ്വന്തം മക്കൾ നന്ദി അറിയിച്ചത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സമസ്ത മേഖലയിലും കേരളത്തെ പിന്നോട്ടടിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിന്റെ നേർക്കാഴ്ചയായാണ് കേരളത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ 2019 ബജറ്റ്. സംസ്ഥാനത്തിന്റെ ഏറെ വർഷത്തെ ആവശ്യമായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എയിംസും ബജറ്റ് തമസ്കരിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടിയില്ലാത്തത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ പ്രതികൂലമായി ബാധിക്കും. അൽഫോൺസ് കണ്ണന്താനം അടക്കം സർക്കാരിലും BJPയിലും 4 പ്രതിനിധികൾ ഉണ്ടായിട്ടും പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം ഉൾപ്പെടെയുള്ള എല്ലാം നരേന്ദ്രമോദി സർക്കാർ തള്ളിക്കളഞ്ഞു. പ്രളയത്തിൽ തകർന്നടിഞ്ഞ കേരളത്തോടും മലയാളികളോടും കേന്ദ്ര സർക്കാരിനുള്ള മനോഭാവത്തിന് ഇനിയും മാറ്റമുണ്ടായിട്ടില്ല എന്നതിന്റെ നേർക്കാഴ്ചയായി 2019 പൊതുബഡ്ജറ്റ്. ഒരു മന്ത്രിയടക്കം 4 മലയാളികൾ സർക്കാരിലും BJPയിലും സ്വാധീന ശക്തിയായി ഉണ്ടായിട്ടും കേരളത്തിന് കാര്യമായ ഒന്നും ലഭിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് മലയാളികൾ തിരിച്ചറിയുന്നത്. പ്രഖ്യാപിച്ച വലിയ പദ്ധതികളിൽ ഒന്നും കേരളം ഉൾപ്പെട്ടില്ല. മാത്രമല്ല, വർഷങ്ങളായി കേരളം ഉന്നയിക്കുന്ന എയിംസ് എന്ന ആവശ്യവും മോദി സർക്കാർ നിരാകരിച്ചു. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച് ബഡ്ജറ്റ് നിശബ്ദത പാലിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ FACTക്കും IREക്കും ഒരു തുക പോലും ബഡ്ജറ്റിൽ മാറ്റിവെച്ചില്ല. നികുതി ഇനത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനം ഇനി നേരിടാൻ പോകുന്നത്. 26,639 കോടിയുടെ കുറവിന് പുറമെ 38,205 കോടി GST കോമ്പൻസേഷൻ കുറവ് വരുത്തുകയും ചെയ്തു. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി കേരളം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം കേന്ദ്രം നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. സാധാരണക്കാരന് തൊഴിൽ ലഭ്യമാക്കാൻ രൂപീകരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങളും ഉറപ്പുവരുത്താൻ ഈ ബഡ്ജറ്റിനായില്ല. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് വിലക്കയറ്റത്തിന് കടിഞ്ഞാണിടാനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഇല്ല എന്നതും സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുക തന്നെ ചെയ്യും. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തതും സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് അവതാളത്തിലാക്കും. ഇതിനു പുറമെ പാചകവാതത്തിന്റെ തീവില നിയന്ത്രിക്കാനും ബഡ്ജറ്റ് തയ്യാറായില്ല. പൊതുവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒന്നും ലഭിച്ചില്ല എന്നതിലുപരി ഉണ്ടായിരുന്നതുകൂടി ഇല്ലാതാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഫെബ്രുവരി 14-ന് LDFന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്രയെ സംബന്ധിച്ച യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടക്കും. ആറ്റുകാൽ പൊങ്കാല ഒരുക്കങ്ങൾ 10 ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പൊങ്കാല ഉത്സവം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും നിർദ്ദേശം നൽകി. പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി. ഈ മാസം 20-നാണ് പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ 10 ദിവസത്തിനകം പൂർത്തീകരിക്കാനാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകിയത്. ഉത്സവ മേഖലയായ 31 വാർഡുകളിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനും സീവേജ് ശുചീകരണം നടത്താനും അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പൊങ്കാല ഉത്സവം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി.
ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായിട്ട് പാലിക്കും. അന്നദാനം, കുടിവെള്ള വിതരണം ഈ 2 സ്ഥലങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കർശനമായിട്ടുള്ള ഉപാധികൾ നമുക്ക് മുന്നോട്ട് വെച്ച് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് ഹെൽത്ത് വിഭാഗത്തെയും ശുചിത്വ മിഷനെയും നമുക്ക് അതിനുവേണ്ടി ചുമതലപ്പെടുത്താം. 3500 പോലീസുകാരെ പൊങ്കാല ദിനത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. 2000 വനിതാ പോലീസുകാരാണ് ക്ഷേത്രത്തിലെയും പരിസരത്തെയും സുരക്ഷാ ചുമതല നിർവഹിക്കുക. CCTV ക്യാമറകൾക്ക് പുറമെ ഡ്രോണിൽ ഘടിപ്പിച്ച ക്യാമറകൾ വഴിയും നിരീക്ഷണം നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ 2250 ജീവനക്കാരെ നിയോഗിക്കുമെന്ന് മേയർ VK പ്രശാന്ത് യോഗത്തിൽ വ്യക്തമാക്കി. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് മെഡിക്കൽ ടീമിനെയും നിയോഗിക്കും. ഉത്സവ ദിവസങ്ങളിൽ KSRTC ചെയിൻ സർവീസും നടത്തും. പ്രത്യേക ട്രെയിൻ സർവീസുകളും കൂടുതൽ സ്റ്റോപ്പുകളും ആറ്റുകാൽ പൊങ്കാല ദിനം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനകീയ കൂട്ടായ്മയിൽ ആരംഭിച്ച മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദീ സംയോജന പദ്ധതി ഹരിത കേരളത്തിന് മാതൃക. 6 മാസം കൊണ്ട് പദ്ധതിയിലൂടെ വീണ്ടെടുത്തത് നിരവധി തോടുകളും കൃഷിയിടങ്ങളുമാണ്. പുതിയ 3 ടൂറിസം പദ്ധതികൾക്ക് വഴിയൊരുക്കാനും ഈ നദീ സംയോജന പദ്ധതിക്കായി. മാലിന്യം നിറഞ്ഞും ഒഴുക്കുനിലച്ചും ദുർഗന്ധം വമിക്കുന്ന തോടുകൾ, നീരൊഴുക്ക് നിലച്ച് തരിശായി മാറിയ കൃഷിയിടങ്ങൾ, ഇതായിരുന്നു കോട്ടയം നഗരത്തിന്റെയും സമീപ പഞ്ചായത്തുകളുടെയും നേരത്തെയുള്ള മുഖമുദ്ര. എന്നാൽ 2018 ഓഗസ്റ്റ് 28-ന് ജനകീയ കൂട്ടായ്മയിൽ മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദീ സംയോജന പദ്ധതി നടപ്പായതോടെ അഴുക്കുചാലുകൾ തെളിനീർ നിറയുന്ന കൈത്തോടുകളായി. 1000-ലധികം കിലോമീറ്റർ തോടുകൾ പുനർജനിച്ചു. 30-ലധികം പാടശേഖരങ്ങളിൽ നെൽകൃഷി മടങ്ങിയെത്തി. 15-ലധികം പഞ്ചായത്തുകളും കോട്ടയം നഗരസഭയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും പങ്കാളിയായതോടെ ഈ നദീ സംയോജന പദ്ധതി ഹരിത കേരളത്തിനാകെ മാതൃകയായി മാറി. ഇത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വഴി 1200 കിലോമീറ്റർ നീളമുള്ള തോടുകളാണ് ജനകീയ കൂട്ടായ്മ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ വീണ്ടെടുത്തിട്ടുള്ളത്. 2200ഓളം ഏക്കർ നെൽകൃഷി ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞു. തരിശുനിലം കൃഷി ചെയ്യാൻ കഴിഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി നിരവധി കേന്ദ്രങ്ങൾ ശുചീകരിച്ചെടുത്തതോടെ പ്രാദേശിക സായാഹ്ന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. നാടിന്റെ മുഖച്ഛായ മാറി. പടിയറക്കടവ്, കടവോരം, മലരിക്കൽ എന്നീ ടൂറിസം പദ്ധതികൾ രൂപം കൊണ്ടു. UDF സർക്കാർ നികത്താൻ അനുമതി നൽകിയ മെത്രാങ്കായൽ വീണ്ടെടുത്ത് കൃഷിയിറക്കാൻ നടത്തിയ ഇച്ഛാശക്തിയാണ് മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദീ സംയോജന പദ്ധതിക്ക് പ്രചോദനമായത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ആശങ്കകൾ അറിയിക്കുന്നതിനായി പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. EVM വോട്ടെടുപ്പിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള വിവിധ നിർദ്ദേശങ്ങൾ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുകൾക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. രാജ്യത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പാർട്ടികളുടെ യോഗം. CPIM, ആം ആദ്മി, തൃണമൂൽ, TDP, RJD, DMK തുടങ്ങിയ 19 പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തു. വേറിട്ട കാഴ്ച അനുഭവമൊരുക്കി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നാടകാവതരണം കോഴിക്കോട് നടന്നു. മണിവർണ്ണത്തുവൽ എന്ന നാടകശില്പം പുറക്കാട് ശാന്തിസദനം സ്കൂൾ ഫോർ ഡിഫറന്റ് ഏബിൾഡിലെ വിദ്യാർത്ഥികളാണ് അരങ്ങിലെത്തിച്ചത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മകനെയും കൊണ്ടുള്ള ഒരു പ്രൊഫസറുടെ ജീവിതയാത്രയാണ് മണിവർണ്ണത്തുവൽ പറയുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടിയെ സമൂഹം നോക്കിക്കാണുന്നതും എല്ലാം അതിജീവിച്ച് ഇവരെങ്ങനെ സ്വതന്ത്രരായി ജീവിക്കുന്നു എന്നും നാടകം ഓർമ്മപ്പെടുത്തുന്നു. കോഴിക്കോട് പുറക്കാട് ശാന്തിവനം സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡിലെ 40 വിദ്യാർത്ഥികളാണ് വെല്ലുവിളികൾ അതിജീവിച്ച് അരങ്ങിലെത്തിയത്. കുട്ടികളെ കൂടാതെ അധ്യാപകരും ജീവനക്കാരും ഇതിൽ വേഷമിട്ടു. മൂന്ന് മാസം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് മണിവർണ്ണത്തുവൽ അരങ്ങിലെത്തിയത്. പ്രിൻസിപ്പൽ S. മായ. ഇത്തരം കുട്ടികൾക്ക് വെറും ഒരു ഡാൻസ് മാത്രമല്ല ചെയ്യാൻ സാധിക്കുക, ടൈമിംഗ് അവർക്ക് ഉണ്ട്, ലിപ് മൂവ്മെന്റ് അവർക്കുണ്ട്, അവരാ റോളായി ജീവിച്ച് അഭിനയിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ മുഖത്ത് ആ എക്സ്പ്രഷനും ആ വികാരവും വരുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നാടകത്തിന്റെ കുട്ടികൾ അഭിനയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദീപു തിർക്കോട്ടൂരാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ കൂടുതൽ പേരിലെത്തിക്കാൻ നാടകം സഹായകമാകുമെന്ന് അണിയറ പ്രവർത്തകർ കരുതുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വേദികൾ ഇവർക്കായി ഒരുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ട് പയ്യന്നൂർ കാരയിലെ ലാൽ ബഹദൂർ വായനശാല കെട്ടിടം ശ്രദ്ധേയമാകുന്നു. ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെ പുസ്തകങ്ങൾ അടുക്കിവെച്ച രീതിയിലാണ് രൂപകൽപ്പന. പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക ലക്ഷ്യം വെച്ചാണ് വ്യത്യസ്തമായ വായനശാല കെട്ടിടം ഒരുക്കിയത്. പയ്യന്നൂരിന്റെ പ്രൗഢമായ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ചരിത്രമാണ് കാരയിൽ ലാൽ ബഹദൂർ വായനശാലയ്ക്കുള്ളത്. രൂപീകരിച്ച് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ വായനശാല. ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന പുതിയ വായനശാല കെട്ടിടത്തിന്റെ ആകർഷകമായ രൂപകൽപ്പനയാണ് അക്ഷരസ്നേഹികൾ ഹൃദയത്തോട് ചേർക്കുന്നത്. ലോക ക്ലാസിക്കുകളും മലയാള സാഹിത്യവുമെല്ലാം ഈ വായനശാലയുടെ ചുമരുകളിലും തൂണുകളിലും കാണാം. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങരയുടെ ആശയത്തിന് ഗ്രന്ഥാലയ പ്രവർത്തകനായ CV ശ്രീധരനാണ് ജീവൻ നൽകിയത്. പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക കൂടി ലക്ഷ്യം വച്ചാണ് വ്യത്യസ്തമായ രീതിയിൽ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഗ്രന്ഥശാല പ്രസിഡന്റ് അപ്പുക്കുട്ടൻ കാരയിൽ പറഞ്ഞു. കെട്ടിട നിർമ്മാണം ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. പുതിയ തലമുറയെ വായനയിലേക്ക് നയിക്കാൻ ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഇതിൽ കൂടി ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. 1967 സ്ഥാപിച്ച വായനശാലയുടെ കെട്ടിടം 2007 റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയിരുന്നു. അതിനുശേഷം വാടക കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിച്ചത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ കെട്ടിടം ഉണ്ടാക്കണമെന്ന നാട്ടുകാരുടെ ആഗ്രഹമാണ് ഇപ്പോൾ കേരളത്തിന്റെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്നത്. ഈ വായനശാലയുടെ പുറം ചുമരുകളിലൂടെ കണ്ണോടിക്കുന്നത് പോലും നൽകും മികച്ച ഒരു വായന അനുഭവം. ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെ 400-ലധികം പുസ്തകങ്ങളാണ് തനിമ ചോരാതെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പയ്യന്നൂർ കാരയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.